മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രത്യേകമായിട്ട് ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. തിരുസഭ ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാള് കൊണ്ടാടുകയാണ്. ഒരു കാലഘട്ടത്തില് കുരിശ് ശിക്ഷയുടെയും പീഡനത്തിന്റെയും പ്രതീകമായിരുന്നുവെങ്കിൽ അതിനൊരു പുകഴ്ചയുണ്ട് എന്ന് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ് തന്റെ കുരിശ് മരണത്തിലൂടെ. കുരിശ് ശിക്ഷയുടെ അടയാളമല്ല, പുകഴ്ചയുടെ, ഉയർച്ചയുടെ അടയാളമാണ് എന്ന് തിരിച്ചറിയുക. മാനവവംശം മുഴുവനും തിന്മയില് ഉൾപ്പെട്ട് നാശത്തിന്റെ വഴിയിലൂടെ, തകർച്ചയുടെ വഴിയിലൂടെ കടന്നുപോയവർക്ക്, അതിലൂടെ വലിയ കുഴിയിൽ നിപതിച്ച മനുഷ്യന് ഉയർച്ച നൽകിയത് ഈശോയുടെ കുരിശിലെ മരണത്തിലൂടെയാണ്. തകർന്നു കിടന്ന മനുഷ്യൻ, പാപത്തിൽ തകർന്നു കിടന്ന മനുഷ്യന് രക്ഷയുടെ ഉയർച്ച നൽകിയത്, പുകഴ്ച നൽകിയത് കാൽവരിയിലെ കുരിശിന്റെ മരണത്തിലൂടെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മറന്നുപോകരുത്. ഈശോയുടെ കുരിശിലെ മരണമാണ് നമുക്ക് ഓരോരുത്തർക്കും രക്ഷ നൽകിയത്. കുരിശ് രക്ഷയുടെ അടയാളമാണ്, പുകഴ്ചയുടെ അടയാളമാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ പുകഴ്ച, ഉയർച്ച അത് കുരിശിലൂടെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂവെന്ന് ഈ ദിനം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുക. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതമൊക്കെ കഷ്ടതയിലൂടെയും നൊമ്പരങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നു പോവുകയായിരിക്കാം. തകർച്ചകളായിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ളത്, ഇല്ലായ്മകളായിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ളത്, സഹനങ്ങളായിരിക്കാം, കഷ്ടപ്പാടുകളായിരിക്കാം, ഒറ്റപ്പെടലുകളായിരിക്കാം നമ്മുടെ ജീവിതത്തിലുള്ളത്. ഈശോനാഥൻ നമുക്ക് പുകഴ്ച നൽകിയത് സഹനത്തിലൂടെ, ഒറ്റപ്പെടലിലൂടെ, കഷ്ടപ്പാടിലൂടെ, മുറിവുകളിലൂടെ, വേദനകളിലൂടെ, കുരിശ് അനുഭവത്തിലൂടെയാണ് എന്ന് നമ്മൾ മറന്നുപോകരുത്. കുരിശ് നമുക്ക് പുകഴ്ച നൽകും. രണ്ടാമതായിട്ട് കുരിശ് ശക്തിയുടെ പ്രതീകമാണ്. പൗലോസ് കൊരിന്തോസ്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 18-ഉം 19-ഉം തിരുവചനങ്ങളിലൂടെ വിശ്വനാഥൻ പഠിപ്പിക്കുകയാണ്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷതമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ദൈവത്തിന്റെ ശക്തിയാണ് കുരിശ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശ് എങ്ങനെയാ നമുക്ക് ശക്തിയായിട്ട് തീരുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങള്, വേദനകള്, കഷ്ടപ്പാടുകള് അത് നമുക്ക് ശക്തിയായി തീരുമെന്ന് ഈ തിരുവചനം പഠിപ്പിക്കുക. ഇതെങ്ങനെ നമുക്ക് ശക്തിയായിട്ട് മാറും? നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങള്, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കഷ്ടപ്പാടുകള്, ഒറ്റപ്പെടലുകള് ഈശോയോട് ചേർന്ന് ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായാല് ഈ കുരിശ് നമുക്ക് ശക്തിയായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, സഹനമുണ്ടാകുമ്പോൾ, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഇത് ഈശോ അനുഭവിച്ചതാണ് എന്നും ഞാനിത് ഏറ്റെടുക്കുമ്പോൾ ഈശോയുടെ സഹനത്തിൽ പങ്കുകാരാകുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നിറയ്ക്കണം. ആ ചിന്ത നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. ആ ചിന്ത നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ ഈശോയെക്കുറിച്ചുള്ള ചിന്ത, ഈശോയുടെ സഹനത്തെക്കുറിച്ച്, ഈശോയുടെ പാടുപെടലുകളെക്കുറിച്ച്, ഈശോയുടെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈശോ നമ്മുടെ അരികിലേക്ക് വരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 24-ാമത്തെ അധ്യായത്തിന്റെ 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഈശോയുടെ ഉത്ഥാനത്തിന്റെ അന്ന് ഈശോയുടെ ശിഷ്യരിൽപ്പെട്ട, പ്രിയപ്പെട്ടവരിൽപ്പെട്ട 2 പേര് ജെറുസലേമിൽ നിന്നും ഇമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവർ പോകുന്ന വഴിയില് ആ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ, ഈശോയുടെ പീഡാസഹനം, മരണം, കഷ്ടപ്പാടുകൾ, ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അവരറിയാതെ ഈശോ അവരുടെ അരികിൽ വന്നു എന്ന് തിരുവചനത്തെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹനങ്ങളില്, വേദനകളില്, കഷ്ടപ്പാടുകളില് ഇത് ഈശോ അനുഭവിച്ചതാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് ഈ സഹനങ്ങളെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഈശോയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഈശോയെക്കുറിച്ച് ചിന്തിക്കുന്ന നിമിഷം
ഈശോ നമ്മുടെ അരികിൽ വരുന്നു എന്നാണ് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഈശോ നമ്മുടെ അരികിൽ വന്നാൽ നമുക്ക് ശക്തി ആരാ തരുന്നത്? ഈശോനാഥനാണ്. അതാണ് കുരിശനുഭവം നമുക്ക് ശക്തിയാണ് എന്ന് പറയുന്നത്. കുരിശനുഭവത്തിൽ പിറുപിറുക്കരുത്. കുരിശനുഭവത്തിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. കുരിശനുഭവം ഈശോയോട് ചേർന്ന് ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഏറ്റെടുത്താൽ ആ നിമിഷം തന്നെ, ഈശോയെക്കുറിച്ച് ഓർക്കുന്ന നിമിഷം തന്നെ ഈശോ നമ്മുടെ അരികിലേക്ക് വരും. ഈശോ വന്നാൽ അതാണ് നമ്മുടെ ശക്തിയായിട്ട് മാറുന്നത്. കുരിശ് നമുക്ക് ശക്തിയാണ് എന്ന് പറയുന്നത് ഇതാ. പ്രിയപ്പെട്ടവരെ, സഹനങ്ങള് നമ്മുടെ നഷ്ടങ്ങളല്ല. സഹനങ്ങൾ ഒരിക്കലും നമ്മളെ നശിപ്പിക്കുന്നില്ല. സഹനങ്ങൾ ഒരിക്കലും നമ്മളെ താഴ്ത്തുന്നില്ല. സഹനങ്ങൾ, ഈശോയോട് ചേർന്നേറ്റെടുക്കുന്ന സഹനങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ പുകഴ്ചയ്ക്ക് കാരണമായി തീരും. ഈശോയോട് ചേർന്നേറ്റെടുക്കുന്ന സഹനങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ ശക്തിക്ക് കാരണമായി തീരും. തിരിച്ചറിയുക, കുരിശനുഭവങ്ങളെ സന്തോഷത്തോടെ നമുക്ക് പുൽകാം. ജീവിതത്തിന്റെ സഹനങ്ങളിൽ, വേദനകളിൽ, ഒറ്റപ്പെടലുകളിൽ, കഷ്ടപ്പാടുകളിൽ കുരിശിലേക്ക് നമുക്ക് നോക്കാം. ആ കുരിശ് നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഉയർപ്പാണ്. ആ കരങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരിൽ നിന്ന് ഇപ്പോൾ അഴിയട്ടെ. ഈശോയെ, കുരിശനുഭവങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.